Praise
വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. എപ്രകാരമുള്ള വ്യക്തികളിലേക്കാണ്, അല്ലെങ്കിൽ ഏത് വിധത്തിൽ ആത്മാവിനെ തയ്യാറാക്കുന്ന വ്യക്തികളിലേക്കാണ് ദൈവത്തിന്റെ കൃപ ഇറങ്ങുന്നത് എന്ന വചനം വളരെ കൃത്യമായിട്ട് പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ, അനുഗ്രഹം നമ്മൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു രണ്ട് ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കും. പരിശുദ്ധ മറിയത്തെ കുറിച്ച് നമ്മൾ വചനത്തിൽ കാണുന്നത്, മറിയം ദൈവത്തിന്റെ സ്വരം കേട്ട് കഴിഞ്ഞപ്പോൾ അവള് പാടിയ സ്തോത്രഗീതത്തിൽ നമ്മൾ കാണുന്ന പ്രകാരമാണ്: ദൈവം അഹങ്കാരികളെ ചിതറിക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്തു. അപ്പം എളിമ ദൈവത്തിന്റെ വലിയ ഒരു അനുഗ്രഹം സ്വന്തമാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പുണ്യമാണ്. അതുപോലെ തന്നെ അനുതാപം വേണം. പാപത്തെക്കുറിച്ച്, ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ചും ചെയ്ത പാപത്തെക്കുറിച്ചും തന്റെ ഇടത്തോടെയും അഹങ്കാരത്തോടെയും കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നവരിലേക്ക് ദൈവത്തിന്റെ കാരുണ്യം ഒരിക്കലും നിറയപ്പെടത്തില്ല, അനുഗ്രഹം വർഷിക്കപ്പെടത്തില്ല. നമ്മളിന്ന് ആചരിക്കുന്ന ഒരു തിരുനാളാണ് വിശുദ്ധ അൽഫോൻസാമയുടെ. അൽഫോൻസാമ നമുക്കറിയാം, ആ കാലഘട്ടത്തില് ഏതാണ്ട് അൽഫോൻസാമയെ വാഴ്ത്തപ്പെട്ടവളായിട്ട്, അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചത് 80ാമത്തെ വർഷമാണ് വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിന് അൽഫോൻസാമയുടെ ജീവിതത്തിന്റെ 100ാം വർഷമൊക്കെ നമ്മൾ ആചരിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ അന്നത്തെ കാലത്ത് ഈ വിശുദ്ധ അൽഫോൻസാമയ്ക്ക് ഇത്രമാത്രം ദൈവാനുഭവം സ്വന്തമാക്കാൻ സാധിച്ചത് ഒന്ന് ചിന്തിച്ചു നോക്കി. എത്ര വലിയ അത്ഭുതമാണ് ഇത്! നമ്മൾ കാണുന്ന സമൂഹ മാധ്യമങ്ങളോ അറിവുകളോ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ ആരും വ്യാഖ്യാനിച്ചു തരാനോ പ്രസംഗിച്ചു തരാനോ അധികം ഒന്നും ആളില്ലാത്തൊരു കാലഘട്ടമാണ്. ഞായറാഴ്ച തോറുള്ള പ്രസംഗങ്ങൾ മാത്രമാണല്ലോ ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണല്ലോ കരിസ്മാനിക് നവീകരണവും വചനപ്രഘോഷണവും എല്ലാം സഭയിലേക്ക് കടന്നു വന്നത്. അപ്പൊ അതിനെല്ലാം മുമ്പ് തന്നെ ദൈവാനുഭവത്തിൽ ആഴപ്പെട്ട ഒരു സ്ത്രീയാണ് വിശുദ്ധ അൽഫോൻസാമ. ഹല്ലേലൂയ! ആ കാലഘട്ടത്തിന് മുമ്പ് തന്നെ, നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിന് മുമ്പ് ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ. എന്തുകൊണ്ടാണ് സാധിച്ചതെന്നറിയോ? അവിടെ ഈ അനുതാപവും എളിമയും ഉണ്ടായിരുന്നവളാണ്. അവള് വലിയ വീട്ടിലായിരുന്നുവെങ്കിലും, വലിയ കുടുംബത്തിൽ പറഞ്ഞവളായിരുന്നുവെങ്കിലും, വലിയ സ്ഥാനമാനങ്ങൾ ജീവിതത്തിൽ ലഭിക്കുമായ ഒരു വ്യക്തിയാണെങ്കിൽ പോലും അൽഫോൻസാമ ഒരിക്കലും ജീവിതത്തില് അഹങ്കരിച്ചതായിട്ട് ചരിത്രം പറയുന്നില്ല. നമ്മുടെ കൊച്ചുനാട്ടിൽ ജീവിച്ച വ്യക്തിയാണ്, നമ്മുടെ കൂടെ ജീവിച്ച വ്യക്തിയാണ്. അവരുടെ ജീവിതത്തിൽ മുഴുവൻ എങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ, ദൈവത്തിന്റെ സ്വന്തമാകാമെന്ന് ആഗ്രഹിച്ച് നടത്തിയ പ്രയത്നങ്ങളെ കുറിച്ചാണ് ആ ജീവിതത്തിൽ മുഴുവൻ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അൽഫോൻസാമയെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന വ്യക്തിയോട് സംസാരിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ അൽഫോൻസാമ എങ്ങനെ ഈശോയെ സ്നേഹിക്കാം, ഈശോയെ വിശ്വസിക്കാം, ഈശോയുടെ ബന്ധത്തിൽ ആഴപ്പെടാം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ലോകം വന്നപ്പോഴും അൽഫോൻസാമയെ അതൊന്നും വലിയൊരു കാര്യമായിട്ട് പരിഗണിച്ചില്ല. മറ്റുള്ളവര് കളിയാക്കിയപ്പോഴും ഒറ്റപ്പെടുത്തിയപ്പോഴും ഒന്നും അൽഫോൻസാമയ്ക്ക് അതൊന്നും ഈസിയില്ല. അല്ലെങ്കിൽ കൊച്ചുനാൾ പ്രായത്തിലെ രോഗിണിയായിട്ട് എല്ലാവരും തടയപ്പെട്ട് കിടന്നപ്പോഴും അതൊന്നും അൽഫോൻസാമയെ ബാധിച്ചിരുന്ന കാര്യമായിട്ടുള്ള ചരിത്രത്തിൽ വായിക്കുന്നില്ല, ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല. അതിന്റെ കാരണം അവരുടെ ബന്ധം ഈശോയുമായിട്ടുള്ളതായിരുന്നു. അവർക്ക് പറയാം ഹല്ലേലൂയ, കുറച്ചുകൂടെ പറയാം ഹല്ലേലൂയ. ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെടുന്ന വ്യക്തികളിലേക്കാണ് ദൈവത്തിന്റെ വലിയ കൃപയിറങ്ങുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഏത് അവസ്ഥയിലാണെങ്കിൽ പോലും നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ, കർത്താവിന്റെ മുമ്പിൽ എളിമപ്പെടാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കരുണയിറങ്ങും. ഇവിടെ നമ്മൾ വായിക്കുന്ന വചനഭാഗം, എന്റെ വചനം ശ്രമിക്കുമ്പോൾ വിറയ്ക്കുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത് എന്നാണ് വചനത്തിൽ പറയുന്നത്. വചനം ശ്രമിക്കുമ്പോൾ വിറയ്ക്കണം. വചനം ആരാണ്? അവർക്ക് പറയാം, വചനം ആരാണ്? യോഹന്നാൻ സുവിശേഷത്തിന്റെ 1:1 പറയുകയാണ്, ആദിയിൽ, കൂടെ പറയാൻ നിങ്ങൾക്ക് അറിയാവുന്ന വചനമാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവം. ഇതാണ് ആമേൻ. ഇപ്പൊ ഈ വചനം ഈ ദൈവമായിരുന്നു. ഇനി ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. ഈ വചനത്തിന്റെ, ഈ ദൈവത്തിന്റെ പ്രത്യേകത, വചനം ദൈവമാണ്. ഈ ദൈവത്തിന്റെ പ്രത്യേകതയാണ് മത്തായി സുവിശേഷം 16:14 നമ്മൾ വായിക്കുന്നത്. ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസ് ഈശോയോട് പറഞ്ഞ കാര്യം എന്താ പറയുന്നത്? അവർക്ക് പറ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. അപ്പൊ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകതയാണ് ആ
നമ്മൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. അതാണ് ഈ പരിശുദ്ധ പരമ്പരയിലെ ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മറ്റൊരു ദൈവം, മറ്റാർക്കും ഇല്ലാത്ത അവകാശപ്പെടാൻ നമുക്കുള്ളൊരു കാര്യം, നമ്മുടെ ദൈവത്തിന് ജീവനുണ്ട് എന്നുള്ളതാണ്. ഞാൻ വിളിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവം എന്റെ മധ്യത്തിലുണ്ട്, എന്റെ ഉള്ളിലുണ്ട്, എന്റെ മുമ്പിലുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് ഉത്തരം തരുന്ന ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ദേവാലയത്തിലായിരിക്കുന്നത്. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയാണ് ആ ദൈവത്തിന് ജീവനുണ്ട് എന്നുള്ള കാര്യം. ഈ ജീവനുള്ള ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഈ ദൈവത്തിന്റെ മാത്രം പ്രത്യേകതയാണ്, ഈ ദൈവത്തിന് നമ്മെ രക്ഷിക്കാൻ പറ്റുമെന്നുള്ള ഒരു വലിയ വലിയ പ്രത്യേകത. ജീവനുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരാളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ വീഴാൻ തുടങ്ങുന്നതാണ്. ഈ മൈക്ക് സ്റ്റാൻഡിൽ എന്നെ രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇവിടുന്ന് വീണാൽ എന്നെ താങ്ങി നിർത്തുന്ന ഒരു ശക്തിയാണ് ദൈവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, രക്ഷിക്കാനാവാത്ത വിധം എന്ന് പറഞ്ഞ് ആവാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം കാതുകൾക്ക് മാറ്റി സംഭവിച്ചിട്ടില്ല. ദൈവത്തിന്റെ പ്രത്യേകതയാണ്. ദൈവങ്ങളുടെ പ്രത്യേകതയല്ല, ഞാനും നിങ്ങൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഈ സർവശക്തനായ ദൈവത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ ബോധ്യം കൂടെ കൊണ്ടുവന്ന വിശുദ്ധാത്മാക്കളെയാണ് നമ്മൾ ആദരിക്കുന്നത്. ഈ ബോധ്യം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അൽഫോൻസാമ്മ ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെട്ടതായിട്ടുള്ള കണ്ടിട്ടില്ല. ഈ ബോധ്യം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മുടെ പൂർവികര് ഈ വിശ്വാസത്തിൽ ആഴപ്പെട്ടതും ഈ വിശ്വാസം ജീവിച്ചത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ഈ കർത്താവിനെ അറിയുന്നതും സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും. ഹല്ലേലൂയ. പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ദിവ്യകാരുണ്യത്തിൽ പങ്കെടുക്കുക, ബലിയിൽ പങ്കെടുക്കുക, ഈശോയെ ആരാധിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് നിൽക്കുക, ആഗ്രഹത്തോടെ നിൽക്കുക എന്ന് പറയുന്നത് എന്നിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. എന്നിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്നതിന്റെ അടയാളമാണ് ഞാൻ ഈ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നത്. എന്നിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്നതിന്റെ അടയാളമാണ് വിശ്വാസത്തോടെ ഞാൻ അവിടുത്തെ രക്ഷാകര ബലിയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്നു എന്നുള്ളത്. രക്ഷാകര ബലിയിൽ ഞാൻ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്നു എന്നുള്ളത് എന്നിൽ ഈ കർത്താവിന്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ്. ആ കർത്താവ് മുറിക്കപ്പെടുന്നത് എന്റെ പാപങ്ങൾക്ക്. യോഹന്നാന്റെ സുവിശേഷം, മത്തായി സുവിശേഷം 1:21 പറയുന്നുണ്ടല്ലോ, അവൻ ജനത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. യോഹന്നാൻ ഈശോയെ കുറിച്ച് കൊടുക്കുന്ന ഒരു അറിവാണ്, അവൻ തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് മോചിക്കും. നമ്മളെ പാപത്തിൽ നിന്ന് മോചിക്കാൻ മറ്റാർക്കും സാധ്യമല്ല, ഈശോയ്ക്കല്ലാതെ. ഹല്ലേലൂയ. ഈശോയ്ക്കല്ലാതെ മറ്റാർക്കും നമ്മുടെ പാപത്തിൽ നിന്ന് മോചിക്കാൻ സാധ്യമല്ല. യോഹന്നാൻ ഈശോയുടെ കസിനാണ്, നമുക്കറിയാലേ, ഈശോയുടെ ബന്ധമാണ്. അപ്പൊ ഈശോ വരാനിരിക്കുന്നവനെ കുറിച്ച്, ഈശോയെ കുറിച്ച് സഹോദരനായ യോഹന്നാൻ പറയുന്നത്, അവൻ നല്ല മിടുക്കനായ വൈനാണെന്നല്ല പറയുന്നത്, അവൻ നല്ല മിടുക്കനായ ചെറുപ്പക്കാരനാണ് ഒന്നുമല്ല പറയുന്നത്. അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിക്കുമെന്നാണ് യോഹന്നാൻ ഈശോയെ കുറിച്ച് കൊടുക്കുന്ന വാഗ്ദാനം. രണ്ടാമതായിട്ട് മത്തായി സുവിശേഷം 3:11 നമ്മൾ കാണുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറടിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നമ്മളെ സ്നാനം, പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനും പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകാനുമായിട്ടാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ. കർത്താവിൽ വിശ്വസിക്കണം. മറ്റാർക്കും ചെയ്തു തരാൻ പറ്റാത്ത ഒരു വലിയ സ്വർഗീയ നിക്ഷേപം നമുക്ക് തരാൻ കഴിവുള്ളവൻ ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശോയാണ്. നമ്മുടെ മാതാപിതാക്കന്മാർക്കോ, നമ്മുടെ സഹോദരങ്ങൾക്കോ, നമ്മുടെ കൂട്ടുകാരൻ വിചാരിക്കുന്നവർക്കോ, നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നവർക്കോ ചെയ്തു തരാൻ പറ്റത്തില്ല. പാപത്തിൽ നമ്മളെ മോചിപ്പിക്കാൻ ചെയ്തു തരാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനെ നമ്മളെ നിറയ്ക്കാൻ ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ആർക്ക് പറ്റുള്ളൂ? ഈശോയ്ക്ക്.
ഈശോയ്ക്ക് മാത്രമേ നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കൂ. ഈശോയ്ക്ക് മാത്രമേ നമ്മളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കാൻ സാധിക്കൂ. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കൂ. ഹല്ലേലൂയ. കർത്താവിലേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കൂ. അതുപോലെ തന്നെ നമ്മൾ ദിനകാരന്റെ പ്രതിഷ്ഠ നടത്തുകയാണ്. ഈ ദേവാലയത്തിന്റെ മധ്യത്തിലൂടെ വിശുദ്ധ കുർബാന ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് ഈ ദേവാലയത്തിന്റെ അവിടെ വരെ ഏറ്റവും പുറകുവശം വരെ പോയി തിരിച്ചു വരികയാണ്. ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഈശോ കടന്നു വരുന്നു എന്നൊരു ബോധ്യം നിങ്ങൾ മനസ്സിൽ കാണണം. ഈ പള്ളിക്കുള്ളിലൂടെയാണ് വികാരങ്ങളുമായിട്ട് വരുന്നതെങ്കിലും നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലകളിലേക്ക് എൻ്റെ കൂടെ കർത്താവ് ഇറങ്ങി വരുന്നതായിട്ട് നിങ്ങൾ കാണണം. എൻ്റെ കൃഷിയിടങ്ങളിലേക്ക് ഈശോയുടെ സാന്നിധ്യം ഇറങ്ങണം. എൻ്റെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ജീവിത പങ്കാളിയും മക്കളും വിശുദ്ധീകരിക്കപ്പെട്ട് അനുഗ്രഹമുള്ളവരായിട്ട് മാറുന്നതായിട്ട് മനസ്സിൽ നമ്മൾ കാണണം. നമ്മുടെ വീട്ടിലേക്ക് ഈശോ വരുന്നതായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കണ്ട് ആരാധിച്ച് ഈ തിരിയാത്ത പ്രശ്നത്തിൽ ഈ സമയത്ത് പങ്കെടുക്കാം. ഒരു ദിവസം നമുക്ക് കർത്താവിനെ പൂർണ്ണമായിട്ട് നമ്മൾ ആരാധിക്കുന്ന സമയമാണ്. പൂർണ്ണമായിട്ട് എടുത്തു വരുന്ന ആരാണോ അയൽക്കാരാണോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കർത്താവിനെ നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ നിന്റെ കർത്താവ് മാത്രമാണ്. അടുത്തേക്ക് ആർക്കും പറ്റത്തില്ല. കർത്താവിനെ മാത്രമേ നിന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ആ കർത്താവിനെ ഹൃദയം തുറന്ന് ആരാധിക്കാൻ നമുക്ക് സാധിക്കണം. ഹൃദയം തുറന്ന് അവിടെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. ഒന്ന് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ യുവതി
അഭിഷേകം സ്വീകരിക്കാനുള്ള വലിയ കൃപയ്ക്ക് തടസ്സത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ള പാപത്തിന്റെ മേഖലകളാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതയുടെ മേഖലകൾ ഈ സമയങ്ങൾ പാപം കൊടുത്ത് പ്രാർത്ഥിച്ച് ഈശോ ഏറ്റെടുക്കട്ടെ നമ്മുടെ ജീവിതത്തെ, ഈശോ വിശുദ്ധീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തെ, ഈശോയെ ഈശോ നമ്മുടെ ജീവിതത്തെ മാറ്റി നിർത്തട്ടെ, മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തട്ടെ നമ്മുടെ ജീവിതത്തെ. കാരണം നമ്മൾ ആരാധിക്കുന്ന ജീവിക്കുന്ന ദൈവമാണെന്നുള്ള വലിയ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ കർത്താവിനെ ആരാധിക്കാതിരിക്കുന്ന നമുക്ക് സാധ്യമല്ല, ബലിയിൽ പങ്കുചേരാതിരിക്കാൻ സാധ്യമല്ല, കൃപയുടെ സൗന്ദര്യം ആസ്വദിക്കാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. ഈ സമയത്ത് വ്യാപരിക്കട്ടെ, ഈ സമൂഹത്തിലേക്ക് ജീവിതാവിന്റെ അഭിഷേകം വ്യാപരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ദമ്പതി ഭാര്യ ഭർത്താക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, യുവതി യുവാക്കന്മാരെ കൊച്ചുമക്കളെ പഠനത്തിന് ജോലിയിലേക്ക് അയക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് സ്വദേശത്തും വിദേശത്തൊക്കെ പഠനത്തിന് ജോലിക്കൊക്കെ ആയിട്ട് പോയിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിവാഹം കഴിപ്പിച്ച ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് അവരുടെ സാന്നിധ്യത്തിൽ നന്ദി നടത്താതെ അവരുടെ സാന്നിധ്യത്തിൽ നന്ദി നടത്താതെ
കർത്താവ് നമ്മുടെ അടുത്തോട് വരുമ്പോൾ, നമ്മളെ കടന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തെ ആശീർവദിക്കുമ്പോൾ എനിക്ക് അവിടുത്തോട് ആവശ്യപ്പെടാനുണ്ട്. എനിക്ക് കർത്താവിനോട് പറയാനുണ്ട്, ഈശോയെ എൻ്റെ ഇന്ന മേഖലകളെ തുടരണമേ, അനുഗ്രഹിക്കണമേ. ഈശോ വഴി തുറന്നു. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിലാണ്, ഞാൻ ആരാധിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിലാണ്. കർത്താവിനെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിലേക്ക് പുറകിലേക്ക് കടന്നു വരണമേ. എൻ്റെ ജീവിതത്തിൻ്റെ ഈ സ്വഭാവത്തിലേക്ക് ഈശോയെ കടന്നു വരണമേ. ഈശോയെ ഒന്ന് തൊടണമേ. അന്ധനായ മനുഷ്യൻ വഴിയരികിൽ നിന്ന് പറഞ്ഞതുപോലെ, ഈശോ ദാവീദിന്റെ പുത്രനായ കനിയണമേ എന്ന് വിളിച്ചതുപോലെ, നമ്മുടെ വചനത്തിൽ കാണുന്നത് ഈശോ അവിടെ നിന്നു, അവനെ നോക്കി, അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, നീ കാഴ്ചയിൽ നിന്നാണ്. നമുക്ക് കൊണ്ടുവരായിരിക്കാം. എന്നിട്ട് നമുക്ക് അവിടുത്തോട് പറയാം, എൻ്റെ ജീവിതത്തിൻ്റെ ഈ മേഖലകളിലേക്ക് ഈശോയെ വരണമേ. എൻ്റെ ജീവിതത്തിൻ്റെ ഈ മേഖലകളിലേക്ക് ഈശോയെ വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ പാടിയാലാണ്.
നമുക്കറിയാം 4 മുതൽ 7 മണി വരെയുള്ള ഈ സമയം നമ്മളെല്ലാവരും വളരെ പ്രാർത്ഥനയോടെ വലിയ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. ബഹുമാനപ്പെട്ട വലായത്തിലച്ഛന് നമുക്കായിട്ട് വളരെ പ്രാർത്ഥിച്ച് വലിയ വിശുദ്ധബലി ബലി നമുക്കായിട്ട് അർപ്പിച്ചു. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. നല്ലൊരു സന്ദേശം നമുക്കായിട്ട് നൽകി. ദിവ്യകാരുണ്യ ആരാധനയിൽ ചില വലിയ നേതൃത്വം നൽകി. നമ്മെ ദിവ്യകാരുണ്യ ആരാധനയോടെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് നമ്മൾ ഒരുക്കുകയുണ്ടായി. ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ നമ്മുടെ ഇടവക കുടുംബത്തിന്റെ പേരിൽ ഓർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക്കുമായിട്ട് സഹോദരന് ഇവിടെയുണ്ട്. അദ്ദേഹത്തെ നന്ദിയോടുകൂടി ഓർക്കുന്നു. എല്ലാവർക്കും വലിയ അനുഭവങ്ങൾ സമ്മാനിക്കുവാനായിട്ട് ഇവർക്ക് സാധിച്ചു. ഇവരുടെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ നിയോഗങ്ങൾ പരിശുദ്ധമായ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് ഇടവക കുടുംബത്തിന്റെ പേരിൽ നന്ദിയോടുകൂടി ഓർക്കാം. അതുപോലെ തന്നെ ഈ സമയത്ത് ഇത്രയും സമയം ഇവിടെ ആയിരുന്ന നിങ്ങളെവരെയും അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അറിയാം പലവിധ ചോദ്യത്തിരക്കുകളുണ്ട് എങ്കിലും നവരാത്രി മുമ്പിൽ നിങ്ങൾ സമയം മാറ്റിവെച്ചു. വലിയ അനുഗ്രഹത്തിന് കാരണമാണ്. നിങ്ങളെ തീർച്ചയായിട്ടും ഈശോ അനുഗ്രഹിക്കും. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹമുണ്ടാകും. വിശുദ്ധ അൽഫോൻസാമ്മ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഉറപ്പുണ്ട്. നിങ്ങളെല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കായിട്ട് കട്ടകാത്തിയും നർശയും നൽകിയത് ഇവിടെ തങ്കച്ചേട്ടനാണ്. തങ്കച്ചേട്ടനെ കുടുംബത്തെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. അവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. അൽഫോൻസ് ആവാദുകാരാണ് ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് മറ്റു നേതൃത്വം നൽകിയത്. അവരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അൽഫോൻസ് നമതാരികളെ പ്രത്യേകമായിട്ട് ഓർക്കുകയും ആദരിക്കുകയും ചെയ്ത മാതൃവേദിയിലെ എല്ലാ അമ്മച്ചിമാരെയും സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. അവരെന്തെയുമായിട്ട് നമ്മുടെ ദേവാലയ പരിസരങ്ങൾ വൃത്തിയാക്കുവാൻ ഇവിടെ ഉണ്ടായിരുന്നു. അവരെയും ഓർക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ്. ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും.